ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞാനും അമ്മവും ദക്ഷിക്കുട്ടനും ചേർന്ന് പേരൂർക്കട വഴയിലുള്ള മൺചട്ടി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ വന്നത്. തിരുവനന്തപുരത്തെ ഏറ്റവും മികച്ച ഒരു ഫുഡ് സ്പോട്ടാണ് ഇവിടെ. ഈ ഉച്ച സമയത്ത് ഞങ്ങൾ പഴങ്കഞ്ഞി കുടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ പഴങ്കഞ്ഞി അതീവ രുചികരമെന്നല്ലേ. എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ആംബിയൻസും വൃത്തിയുമാണ് കേട്ടോ. ഞങ്ങൾ റെസ്റ്റോറൻറ്റിനകത്തുള്ള ഡൈനിങ് റൂമിലാണ് സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ തിരക്കില്ലാത്ത സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് 2 പേർക്കുള്ള പഴങ്കഞ്ഞിയാണ്. ദക്ഷിക്കുട്ടൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ദക്ഷിക്കുട്ടന് പഴങ്കഞ്ഞി വാരി കൊടുത്തപ്പോൾ അവൻ പറഞ്ഞത് അമ്മ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടോ. അങ്ങനെ അമ്മ ആസ്വദിച്ചങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദക്ഷിക്കുട്ടൻ ഇടയ്ക്ക് ഉപ്പ് വാരി വിതറാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അമ്മ തടയിടുകയും ചെയ്തു. ഞാനിതിൽ കുറച്ച് ഉപ്പൊക്കെ വിതറി 2 പ്രാവശ്യം നന്നായിട്ട് കലക്കിയിട്ടാണ് കഴിച്ചു നോക്കിയത് കേട്ടോ. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് നിന്നും പഴങ്കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പഴങ്കഞ്ഞി സ്പോട്ടിൽ ട്രിവാൻഡ്രം എന്ന് ഞാൻ പറയും. അപ്പോൾ റെസ്റ്റോറൻറ്റിലുള്ള ഒരാൾ പഴങ്കഞ്ഞിക്കുള്ള സൈഡ് കറികൾ കൊണ്ടുവന്നു. അതിൽ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും കരുവാട് ഫ്രൈയും നാരങ്ങ അച്ചാറുമാണ് ഉണ്ടായിരുന്നത്. ഉണക്കമീൻ നമ്മൾ തിരുവനന്തപുരത്തുകാർ കരുവാടെന്നാണ് പറയുന്നത്. പിന്നെ അമ്മൂന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള മീൻ മുട്ട ഫ്രൈയും. ഞാൻ ചട്ടിയിൽ ബാക്കി വന്ന പഴങ്കഞ്ഞി എടുത്ത് മോന്തി. എൻ്റെ മീശയിൽ കുറച്ച് പറ്റി ഗൈസ്. മീശ വെട്ടി ഒതുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അമ്മു എന്നെ പോലെ മോന്തി കുടിച്ചുകൊണ്ടിരുന്നു. മീൻമുട്ട അപ്പോഴും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. മീൻമുട്ട സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവിടെ വെച്ച് ഒരു സീരിയൽ ആക്ട്രസിനെ കണ്ടത്. ഭ്രമണം സീരിയൽ ഫെയിം ഹരിതയാണത്. അമ്മൂന് അവരെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് നിർബന്ധമായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അവരെ കൂടെ പോയി ഫോട്ടോ എടുത്തു. കൗണ്ടറിൽ പോയി ബില്ലും പേ ചെയ്ത് ദക്ഷിക്കുട്ടൻ്റെ ഒരു കപ്പലിൻ്റെ മുട്ടായി എടുത്തു കൊടുത്തു. ശേഷം വിഷ്ണുവും ചിന്നും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് കവടിയാറിന് സമീപം ഒരു ഷേക്ക് കടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം ഞങ്ങളും ചേർന്ന് കരിക്കും ഷേക്കും ഫലൂഡയും കഴിച്ചു. ദക്ഷിക്കുട്ടൻ്റെ മുഖഭാവം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? മോന് ഐസ്ക്രീം ഫലൂഡയും നല്ല ഇഷ്ടമാണ്. വിഷ്ണുവിൻ്റെ മുഖത്തെ ഭാവ വ്യത്യാസം ഒന്ന് നോക്കണേ നിങ്ങൾ. അവനെയും കൂടെ പഴങ്കഞ്ഞി കുടിക്കാൻ വിളിക്കാത്തതിൻ്റെ വിഷമമാണ് അവൻ്റെ മുഖത്ത്. അപ്പോൾ അമ്മവും ദക്ഷിക്കുട്ടനും എല്ലാവരും ചേർന്ന് ഫലൂഡ ഐസ്ക്രീമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മൺചട്ടി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ ഫ്രം വിപിൻ. ബൈ.